ലൂസിഫറിലും എമ്പുരാനിലും മുരളി ഗോപി എന്ന തിരക്കഥാകൃത്ത് എഴുതിച്ചേർത്ത ഇലുമിനാറ്റിയേക്കാൾ നിഗൂഢമായ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നുവോ എമ്പുരാൻ സിനിമ? ഇനി നമുക്ക് കുറച്ച് ചരിത്ര വസ്തുതകൾ നോക്കാം. RSS എന്ന സംഘടനയുടെ ചരിത്രപരമായ ശേഷി എന്തെന്നാൽ, സംഘടനാ രൂപീകരണ വേളയിൽ പറഞ്ഞ പോലെ 100 വർഷത്തിനപ്പുറം രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു. അവരത് പണിഞ്ഞു. അത് പണിയുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയല്ല ക്ഷേത്രം പണിഞ്ഞത്. ആ വ്യക്തി നൽകിയ ആശയത്താൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരാണ്. അതായത് RSS അന്നത്തെ കാര്യം നേടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല. അവർ കൃത്യമായി പ്ലാനുകളുള്ള ഒരു നിഗൂഢ സംഘടനയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവായാണ് എമ്പുരാൻ സിനിമയും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും. പൊതുജനത്തിന്റെ മുമ്പിൽ സംഘപരിവാർ മുരളി ഗോപിയെയും പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഇങ്ങനെ സൈബർ ആക്രമണം നടത്തും. സംഘം എതിർക്കുന്നവരെ ഏറ്റെടുക്കുന്ന പൊതു സമീപനമുള്ള കേരളത്തിൽ അതുതന്നെയാണ് അവരുടെ ലക്ഷ്യമെങ്കിലോ? നോക്കൂ, മോഹൻലാൽ അറിയാതെ ഈ സിനിമ പിറക്കില്ല. BJPയും RSSും നയിക്കുന്ന സെൻസർ ബോർഡ് ഒരിക്കലും ഈ സിനിമയ്ക്ക് സെൻസറിങ് നടത്തുകയുമില്ല. എന്നിട്ടും എമ്പുരാൻ തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാർ തീരുമാനം ആയിരുന്നു. എമ്പുരാൻ എന്ന സിനിമ കേരളത്തിന്റെ മതേതര മനസ്സുകളിലേക്ക് വർഗീയ കലാപത്തിന്റെയും തീവ്ര മതബോധത്തിന്റെയും വിഷം നിറച്ചവർ ഇറക്കിവിട്ട ബോംബാണെങ്കിലും നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. ലൂസിഫർ എന്ന സിനിമയുടെ സമയത്ത് മുരളി ഗോപി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വെളിച്ചത്തിലൂടെ ഒളിച്ച് നിഴലിൽ പടർന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എന്നാണ് 2019 ഈ കുറിപ്പ്. വെളിച്ചത്തിലൂടെ ഒളിച്ചും നിഴലിലൂടെ പടർന്നും കേരള സമൂഹത്തിലേക്ക് എന്തോ കടന്നു വരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പ് വാചകമായി അതിനെ നോക്കിക്കണ്ടാൽ 2019 അറിയിപ്പ് നൽകി 2025 ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കടത്തിവിടാൻ അവർ കരുതി വെച്ചത് ഭയമായിരുന്നു. ഭയവും ഭയപ്പെടുത്തലും ഏറ്റവും കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പയറ്റി നോക്കാൻ സംഘപരിവാർ കരുതി വെച്ച ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു എമ്പുരാൻ എന്ന് പോലും തോന്നിപ്പോകുന്നല്ലോ. കഴിഞ്ഞ പതിറ്റാണ്ടിൽ കേരളത്തിന്റെ സമൂഹത്തിൽ സാംസ്കാരിക മേഖലകളിൽ മുരളി ഗോപിയും പൃഥ്വിരാജും അത്രമേൽ പുരോഗമനാശയങ്ങൾക്കുമേൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നവരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയും ശബ്ദമുയർത്തിയവരായിരുന്നു. തങ്ങളുടെ കലാസൃഷ്ടികളിലൂടെയൊക്കെ തന്നെയും സംഘപരിവാർ ആശയങ്ങളെ കടന്നാക്രമിക്കുകയും അവരുടെ എതിർചേരിയുടെ പ്രതിനിധികളായി സ്വയം പേരെടുക്കുകയും ചെയ്തു. അതായത് ഇവിടുത്തെ സംഘപരിവാറിന്റെ എല്ലാ ശത്രുക്കളുടെയും പ്രതിനിധികളായി മുരളി ഗോപിയും പ്രത്യേകിച്ച് പൃഥ്വിരാജും മാറുകയായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലോ? കേരളത്തിന്റെ മതേതര മനസ്സുകളിൽ എന്നും സ്വീകാരനായി നിൽക്കാൻ വേണ്ടിയും അതുവഴി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ ഉണ്ടായിരുന്നുവെങ്കിലും. പൃഥ്വിരാജിന്റെ പുറത്തെ സിനിമാ ബന്ധങ്ങളൊക്കെ ഒന്ന് നോക്കൂ. സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ട സിനിമകളുടെ കൂട്ടാളികളായ അക്ഷയകുമാറും പ്രഭാസും ഇപ്പോൾ ഒടുവിൽ സാക്ഷാൽ രാജമൗലി ചിത്രത്തിൽ വരെ അഭിനയിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ ഒരു ഇന്റലക്ച്വലായ ബോധമുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് കേരള ജനത്തോട് ചേർന്ന് നിന്ന് പറയുന്നില്ല? എമ്പുരാൻ സിനിമയിൽ തെറ്റായ ഒന്നും ചിത്രീകരിച്ചതായി തോന്നുന്നില്ല, അതിനായി ഖേദം പ്രകടിപ്പിക്കുന്നില്ല, നിയമപരമായി മുന്നോട്ടു പോകുന്നു എന്ന് എന്തുകൊണ്ട് മുരളി ഗോപി പറയുന്നില്ല ഈ പൊതുസമൂഹത്തോട് സിനിമയെപ്പറ്റി ഒന്നും? പൊതുധാരയിൽ മോഹൻലാൽ മാത്രമാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മതേതര സമൂഹത്തിന് ഇപ്പോഴും അവർ പോരാളികളും ധീരന്മാരുമാകുന്നു. ഇത് തന്നെയാണ് RSS ഉദ്ദേശിക്കുന്നതെങ്കിലോ? എമ്പുരാൻ സിനിമ കേരളത്തിൽ കൊണ്ടിറക്കുക, അതുവഴി നാട്ടിൽ മതവർഗീയ ഭിന്നതയുണ്ടാക്കുന്ന ആക്രമണോത്സുകത സംഘപരിവാർ വളരെ കൃത്യമായി പലയിടങ്ങളിൽ നിന്നും പ്രകോപനങ്ങളായും ആഹ്വാനങ്ങളായും പുറപ്പെടുവിക്കുക, അതുവഴി നാടിന്റെ മതസൗഹാർദ്ദവും മനുഷ്യർ തമ്മിലെ സ്നേഹവും ഇല്ലായ്മ ചെയ്യുക, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വളരെ കടുത്ത ഭാഷയിൽ പൃഥ്വിരാജിനെ ആക്രമിച്ച് ലേഖനം എഴുതിയ ശേഷം പിന്നീട് വന്ന ലേഖനത്തിൽ അവർ വളരെ കൃത്യമായി ഇവിടത്തെ ക്രൈസ്തവ വിശ്വാസികളെ വർഗീയ കലാപത്തിലേക്കുള്ള ക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ചിത്രത്തിലെ ഒരു ഭാഗം കൃത്യമായി ഇറാഖിലെ ഒരു ചർച്ചിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുകയും അതിപ്പോൾ RSS മുഖപത്രം വളരെ കൃത്യമായി എടുത്തു പറഞ്ഞ് ക്രിസ്തീയ വിഭാഗക്കാരോട് നിങ്ങൾ ഇത് കാണുന്നില്ലേ, പ്രതികരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് വർഗീയ വിഷം തുപ്പുകയുമാണ്. ഏതു തരത്തിലും ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് ഭിന്നിച്ച് കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളുടെ ഉള്ളിൽ ഇത്തരം വിഷചിന്തകൾ ഘട്ടം ഘട്ടമായി ഇറക്കിവിട്ട്
ഭാവിയിൽ കേരളത്തിൽ എന്തഴിഞ്ഞാട്ടവും കാണിക്കാമെന്നും ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്താം എന്നുമുള്ള വ്യാമോഹവും അതിനു കണ്ടെത്തിയ കുതന്ത്രവുമായിരുന്നു എമ്പുരാൻ സിനിമയെങ്കിലോ. ഇന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്ന് പ്രതികരിച്ചു പറഞ്ഞു, മോഹൻലാലിനും സിനിമയുടെ കഥ അറിയാമായിരുന്നു എന്ന്. അതെ, അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. ഒന്നും കാണാതെ മുരളി ഗോപി എന്ന തിരക്കഥാകൃത്ത് അതിസൂക്ഷ്മമായി സിനിമയിൽ RSSന് വേണ്ടിയുള്ള പ്രചാരണായുധങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതായിരുന്നെങ്കിലും മുരളി ഗോപിയുടെ മൗനം ഇപ്പോഴും തുടരുകയാണ്. തന്റെ സിനിമകളിലൂടെ സംഘപരിവാർ ആശയം ഇത്ര കൃത്യമായി ജനങ്ങളിലേക്ക് വെളിച്ചത്തിലൂടെ ഒളിച്ചു കടത്തുവാൻ അയാൾക്കുള്ള കഴിവ് മികവുറ്റതാണെന്ന് നമുക്ക് അയാളുടെ സിനിമകൾ, അതിലെ സംഭാഷണങ്ങൾ അതൊക്കെയൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ടിയാൻ എന്ന സിനിമ മതസൗഹാർദ്ദത്തിന്റെ പുറംചട്ടയിൽ പൊതിഞ്ഞുവെച്ച ഒരു കലാപാഹ്വാനമായിരുന്നില്ലേ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. അതും കേരള മണ്ണിനോടത് സംവദിക്കുമ്പോൾ ചെറിയ ചെറിയ ചിന്തകൾ പാകി വിദ്വേഷത്തിന് പാകമാക്കി ഇവിടം മാറ്റുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെ ആയിരുന്നില്ലേ അതെന്ന് സംശയിച്ചു പോകും. ഒരു തികഞ്ഞ സ്വയം സേവകന് വേണ്ടുന്ന എല്ലാ ശേഷിയും ആർജിച്ച മുരളി ഗോപി സംഘപരിവാർ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ച ഒരച്ഛന്റെ മകൻ കൂടിയാണ്. മലയാള സിനിമയിലെ അഭിനയ കുലപതിയായ ഭരത് ഗോപി. ഒരു കാലത്ത് ബാലഗോകുലത്തിന്റെ രക്ഷാധികാരിയായി ചുമതല വഹിച്ചിരുന്ന ഭരത് ഗോപിയുടെ മകൻ. 2005 തിരുവനന്തപുരത്ത് RSS സംഘടിപ്പിച്ച പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ഭരത് ഗോപിയുടെ മകൻ. അച്ഛനോട് ഏറ്റവും സ്നേഹവും അച്ഛന്റെ ദർശനങ്ങളോട് പ്രിയവുമുള്ള മുരളി ഗോപി എന്ന മകൻ. ഓർമ്മകൾക്കും ഓർമ്മപ്പെടുത്തലുകൾക്കും അപ്പുറം മേവുന്ന ആത്മപ്രചോദനത്തിന്റെ അണയാ സൂര്യനായി എന്നും അച്ഛൻ എന്ന് അച്ഛന്റെ ഓർമ്മദിനത്തിൽ കുറിച്ച മകൻ. തന്റെ അച്ഛന്റെ ഹിന്ദു ദേശീയവാദം എന്ന ആശയത്തിനാൽ പ്രചോദനം ഉൾക്കൊണ്ട് ആ ആശയത്തിനായി ചമച്ച അടിമുടി രാഷ്ട്രീയം മാത്രമുള്ള തിരക്കഥയാണ് എമ്പുരാൻ എങ്കിലോ. അങ്ങനെയാണെങ്കിൽ കരുതിയിരിക്കുക മലയാളികളെ, ഓരോ അണുവിലും വിഷം നിറച്ചവർ നമുക്ക് ചുറ്റും പതിറ്റാണ്ടുകളായി വലം വെച്ചു പറക്കുകയാണ്. അവർക്കിവിടെ ഏതെങ്കിലും മതത്തോടല്ല പോരടിക്കേണ്ടുന്നത്. എല്ലാ മതങ്ങളെയും ഒന്നായി കണ്ട് പരസ്പരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന, ചിന്തിക്കുന്ന തലച്ചോറുള്ള ഒരു മതേതര ബോധമുള്ള സമൂഹത്തിനെയാണ് അവർക്ക് നേരിടേണ്ടത്. അതിനാൽ നമ്മൾ ആ ബോധത്തെ മുറുകെ പിടിക്കുക. നമ്മുടെ നാടിന്റെ സമാധാനം നശിപ്പിക്കാനായി നായായും നരിയായും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ പോലെയും അവർ വന്നേക്കാം. കരുതിയിരിക്കുക. ചിന്ത കൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ചു നിൽക്കാം.